ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സൺഡേ ആയിട്ടൊരു ട്രിപ്പ് പോയാലോ? എവിടേക്കാണെന്നല്ലേ? അതായത് പൊന്മുടിയിലേക്കാണ്. ആ പൊന്മുടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷ കേട്ടോ. ഞങ്ങൾ ഒരു വട്ടം പോയതാണ്, പക്ഷേ ആണെങ്കിൽ ഇപ്പോൾ പോയ അടിപൊളിയായിട്ടുള്ള സൂപ്പർ കാഴ്ചകൾ കാണാം. എന്താണെന്നല്ലേ, നമുക്ക് വഴിയെ കാണാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടോ, ചടയമംഗലത്തെ ജഡായുപ്പാറ കണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പോയി. ഒരു ഉച്ചയായി കേട്ടോ. ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഊണാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ പൊന്മുടിയുടെ പകുതിയൊക്കെ ആവുന്നേരം ഞങ്ങൾ ചെറിയൊരു റീലൊക്കെ എടുത്ത് കയറി. അങ്ങോട്ട് പോകുമ്പോഴേ അടിപൊളി കാഴ്ചകളൊക്കെയാണ്, ഭയങ്കര വൈബാണ്. എന്നുവെച്ചാൽ അവിടെ നല്ല മഴച്ചാറ്റലുണ്ടായിരുന്നു. മഴച്ചാറ്റലല്ല, നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ പെയ്ത് പിന്നെ കുറച്ച് കട്ടറൊക്കെ ഉള്ള റോഡുണ്ടായിരുന്നു കേട്ടോ. ദൂരെ നിന്നേ പൊന്മുടി കാണാൻ പറ്റും. കണ്ട ആ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഒരു സമയം 3:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരു പാലമൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ്. ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യല്ലേ, അവസാനം വരെ ഈ വീഡിയോ കാണണേ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ വീഡിയോസും അല്ലാതെ പൊന്മുടിയിലെ ഫുൾ ഡീറ്റെയിൽ ഉള്ള വീഡിയോസ് എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഫുള്ള് കാണണം. ഞങ്ങളുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അത് കാണുന്നുണ്ടോ, കോടമഞ്ഞിറങ്ങുന്നത്? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എന്നല്ലേ നമുക്ക് കാണാം. കണ്ട വഴിയിൽ കണ്ട പശുക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെല്ലാം കണ്ട് ഞങ്ങൾ പൊന്മുടി എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ അങ്ങോട്ട് പോകാൻ കണ്ട പൊന്മുടി അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് വന്ന് പിന്നെ അവിടെ ടിക്കറ്റെല്ലാം എടുത്തു. നമ്മൾ പിന്നെ അകത്തോട്ട് കയറുവാണ്. സത്യം പറഞ്ഞാൽ അവിടെ അടിപൊളി വൈബ് എന്ന് പറയുമ്പോൾ അടിപൊളി വൈബാണ്. അവിടെ ആണെങ്കിൽ നല്ല ഫോട്ടോയൊക്കെ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും എന്നാ സ്ഥലമാണെന്നറിയാമോ. ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. അവിടെ ചെന്നപ്പോഴത്തന്നെ എന്താ പറയുക, വല്ലാത്തൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ. ആ മഴച്ചാറ്റലും ബാക്കി അങ്ങോട്ട് കാണാം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യല്ലേ വീഡിയോ. അവിടെ ആണെങ്കിൽ 22 ഹെയർ പിന്നുണ്ട്. നമ്മളതെല്ലാം കയറണം. കയറി കഴിഞ്ഞാണ് പൊന്മുടിയിലോട്ട് എത്തുന്നത് തന്നെ. അപ്പോൾ അതെല്ലാം കയറി കണ്ടുകൊണ്ടിരിക്കുക. ചെറുതായിട്ട് വെയിലും ഉണ്ട് കേട്ടോ. വെയിലും ഉണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ അതെല്ലാം കണ്ട് സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും ഈ വീഡിയോയിൽ അടിയിലേക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാൻ. കണ്ട തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കണ്ടാലോ. അത് കാണുന്നുണ്ടോ നിങ്ങൾ, കോടമഞ്ഞിറങ്ങുന്നത്? ദൂരെ നിന്ന് കാണുമ്പോഴേ ഏകദേശം അടുത്തെത്താറായി. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് വ്യൂ ആണ് കാണാൻ വേണ്ടി, കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കണ്ടാലോ പോയി ബാക്കി.
അവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഞങ്ങളവിടെ ഒരു കടയിൽ കയറി ചായ കുടിച്ചായിരുന്നു. എൻ്റെ പൊന്നും അടിപൊളി ചായ എന്ന് പറയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചായക്ക്. അങ്ങനെ ആ നല്ല തണുപ്പത്ത് ആ ചൂട് ചായ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ചായക്കട കയറി കുറച്ച് വീഡിയോ എടുത്തു. അങ്ങനെ അടിപൊളി ചായയാണ്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നമ്മൾ വീണ്ടും അകത്തോട്ട് പോവുകയാണ്. ബാക്കി കണ്ട അടിപൊളിയാണ്. പിന്നെ അവിടെ ചെറിയ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ആനയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോകണം. വേണ്ട നമ്മൾ കോടമഞ്ഞിലോട്ട് കയറിയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, അങ്ങോട്ട് ചെല്ലുമ്പോൾ അടിപൊളി കാഴ്ചകളുണ്ടെന്ന്. ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ, നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ മഞ്ഞിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. എൻ്റെ പൊന്നോ, ആ മഞ്ഞത്തോടൊക്കെ പോകുമ്പോൾ എന്തൊരു ഫീലെന്നറിയാവോ. അപ്പോൾ നമുക്ക് ബാക്കി അകത്തോട്ട് കണ്ടാലോ? ആരും സ്കിപ്പ് ചെയ്യില്ലേ, അകത്ത് ഫുള്ള് വീഡിയോ ഉണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഞങ്ങളിവിടെ ലൈക്ക് ചെയ്യണേ. അതിമനോഹരമായ കാഴ്ചകളെല്ലാം അങ്ങോട്ടുണ്ട്, ബാക്കി കാണാം. കോടമഞ്ഞിൽ കൂടി ഒരു യാത്ര, അതാണ് നമ്മുടെ പൊന്മുടി. നമ്മൾ കോടമഞ്ഞിനകത്തോട്ട് കയറുകയാണെന്ന് വെച്ചാൽ പൊന്മുടിയിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ പൊന്മുടി എത്താറായി കണ്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോട ഇത്രയും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുന്ന വീഡിയോ അവസാനമുണ്ട്, അതും കൂടെ കാണാം. അതിൽ കാണാം എത്രമാത്രം കോട ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മൾ പൊന്മുടിയിലോട്ട് കയറുകയാണേ. ഇനിയാണ് എന്താ പറയുക, കാണാൻ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. കണ്ടോ എൻ്റെ പൊന്നു, എന്തോരം അവിടെ ചെന്നങ്ങോട്ട് ഇറങ്ങി കണ്ടോ. ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ച് ഞങ്ങളങ്ങോട്ട് നടക്കും കേട്ടോ. എന്താ പറയുക, തണുപ്പെന്ന് പറയുമ്പോൾ കിടുകിട വിറയ്ക്കുന്ന തണുപ്പ്, മഞ്ഞ്. ആ ഒരു സമയത്ത് ഇത്രയും കാണാൻ എന്താ പറയുക, മഞ്ഞുണ്ട് അല്ലെങ്കിൽ ഇത്രയും തണുപ്പുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ദിവസം വേറൊരു ടൈമിലായിരുന്നു വന്നത്. അന്നേരം ഇത്രയും തണുപ്പ് കാണും ഇതൊന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ്. പക്ഷെ വന്നപ്പോൾ അടിപൊളി. നല്ല മാനക്കിരിക്കുന്നുണ്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വൈബ്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും സൂപ്പറാണ്. പിന്നെ വരുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നിൽക്കുകയും കെയർഫുള്ളായിട്ടിരിക്കണേ. അവിടെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ. പിന്നെ കുറച്ച് സൂക്ഷിക്കണം, ഈ മലമുകളിലോട്ടൊക്കെ കയറുമ്പോൾ സ്ലിപ്പൊക്കെ ആവും. ഭയങ്കര കോടമഞ്ഞായിരുന്നു കേട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത്. എന്താ വെച്ചാൽ കോടമഞ്ഞ് കയറി കിടക്കുമായിരുന്നു കുറേ സ്ഥലങ്ങളൊക്കെ.
ഇനി ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മേളിൽ നിന്ന് താഴത്തെ വ്യൂ നല്ലോണം കാണാൻ പറ്റും. നമ്മൾ വന്ന റോഡെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കേ. Lighten up, take me on your magic river. Tell me all your dreams align. Sign me up and tell me about the people that you know who are trying to feel alive. Life can get hard, so honey, if you need to cry, just come share my pillow and rain, rain, go away. I wanna hear about everything you're ever thinking. You know that I can take the truth. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ അവിടെ എല്ലാം കണ്ട് നമ്മളിനി തിരിച്ചിറങ്ങുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കയറി വന്ന ആ കോടമഞ്ഞിനെ തിരിച്ചിറങ്ങുന്ന മഞ്ഞിന് വ്യത്യാസം കണ്ട് ഇപ്പോൾ എന്തൊരു വണ്ടി വന്നാലും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ലൈറ്റൊക്കെ ഇട്ടാലേ കാണാൻ പറ്റും, അത്രയ്ക്ക് കോടമഞ്ഞ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു 5:45 ആയിരുന്നു, 6 മണിയൊക്കെ ആയി കേട്ടോ. Baby, if you want us, you know time is on our side. But things are gonna haunt us, we'll just have to put aside. Now I'm right here. Baby, if you want us, you know time is on our side. But things are gonna haunt us, we'll just have to put aside. Now I'm right here. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇറങ്ങിയിട്ട് നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറിയേ. ബിരിയാണിയും കഴിച്ചു, പൊറോട്ടയും കഴിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും എല്ലാ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണേ.